നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോ എങ്ങനെ തോന്നുന്നു? ഇപ്പോ ഒരാശ്വാസമൊക്കെ ഉണ്ട്. ഹരിയുടെ കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു. പ്രകൃതിയെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു മുറിയിൽ ഒതുങ്ങി കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡോക്ടറെ എപ്പോഴാ വീട്ടിലേക്ക് പോകാൻ പറ്റുക? കണ്ണിന്റെ കാഴ്ച ഒന്ന് ചെക്ക് ചെയ്യണം. ചെറിയൊരു മങ്ങലുണ്ടെന്ന് പറഞ്ഞില്ലേ? അടിയുടെ ക്ഷതം കണ്ണിനെ ബാധിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണ്ടേ? അല്ല ഡോക്ടറെ, അങ്ങനെ വല്ലതും ഉണ്ടാവൂ? നോക്കൂ, ഞങ്ങൾക്ക് എല്ലാ പോസിബിലിറ്റീസും നോക്കണ്ടേ? ഇപ്പൊ ചിലപ്പോ ഹരിക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ടൊന്നും കാണില്ല. ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. ഓക്കെ ഡോക്ടർ, അമ്മാവൻ ടെൻഷൻ കൊണ്ടാ ഓരോന്ന് ചോദിക്കുന്നത്. കണ്ണിലിപ്പോ ഇവരൊരു മരുന്നൊഴിക്കും. കുറച്ച് സമയത്തേക്ക് ഒരു മൂടലായിരിക്കും. ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോ ഇവര് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോഴേക്കും പതുക്കെ പതുക്കെ കാഴ്ച തെളിഞ്ഞോളും. എനിക്കറിയാം സർ. എന്നാ മരുന്നൊഴിച്ചോളൂ. കണ്ണുമൂടിക്കോളൂ, സ്ട്രെയിൻ എടുക്കണ്ട. അല്ല ഡോക്ടറെ, കണ്ണിന്റെ കാഴ്ചയുടെ പരിശോധന കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. വേറെന്താ പ്രശ്നം? ഹരി പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന നിമിഷം ഹരിയെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തിരിക്കും. ഓക്കെ ഹരി, കണ്ണിന്റെ കാഴ്ച ശരിയാണോന്ന് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. ഓക്കെ ഹരി. എടാ മക്കളെ, വേദനയോ നീറ്റലോ അങ്ങനെ വല്ലതും ഉണ്ടോടാ? ഏയ് ഇല്ല മാവ, കണ്ണിനൊരു തണുപ്പ്, അത്രേ ഉള്ളൂ. എടാ, തല നിവർത്തി പിടിച്ച് നെഞ്ചും വിരിച്ച് നീ ഇങ്ങനെ നടക്കുന്ന കാണാനാ എനിക്കിഷ്ടം. നിന്റെ ഈ കിടപ്പ് കാണുമ്പോ എനിക്ക് കരഞ്ഞും വിഷമിച്ചും തീർന്നില്ല ഇതുവരെ. ഇനി അമ്മാവനൊന്ന് ആശ്വസിക്ക്. പരിശോധനയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പറ്റുവാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് നാളെ തന്നെ പോവാം. അമ്മ വീണ വിളിച്ചായിരുന്നോ? അല്ല, അവൾ എന്റെ കാര്യമൊന്നും അന്വേഷിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. നീയേ സമാധാനായിട്ടൊന്ന് കിടക്ക്. ഈശ്വര, എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സകല പ്രതീക്ഷകളും തകർന്നു പോയിട്ടും ആ അമ്മ എന്നെ ചേർത്ത് പിടിക്കാം. ആ കരുതൽ കൊണ്ട് മാത്രമാണ് എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത്. എന്ത് വേണമെന്ന് എനിക്കറിയില്ല. ആശുപത്രിയിൽ കിടക്കുന്ന മനുഷ്യനാരായാലും അയാൾക്കൊന്നും സംഭവിക്കാതെ കാക്കണേ. നിത്യേച്ചി എന്തിനാ കരയുന്നേ? അമ്മയുടെ അസുഖത്തിന്റെ കാര്യം ഓർത്തിട്ടാണോ? ജ്യോതി, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. എന്നിട്ട് വീട്ടിലേക്ക് പോവാം. ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ മനുഷ്യൻ
ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. നമുക്ക് പ്രസാദം കൊണ്ടുപോയി കൊടുക്കാം. ഓ, അയാളെ കുറിച്ച് ആലോചിച്ചിട്ടാണോ കരഞ്ഞത്? ഇതെങ്ങനെയാ നിത്യേച്ചി പറ്റുന്നേ? നിത്യേച്ചിക്ക് അയാളെ ശരിക്കും അറിയില്ല, അടുപ്പമൊന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി മനസ്സ് നിന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം. അതാർക്ക് വേണ്ടിയായാലും. നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവും. വേറെ ആർക്കും നിത്യേച്ചിയുടെ ഈ മനസ്സ് കാണില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അനുവാദവും വാങ്ങിച്ചിട്ടുണ്ട്. ഏട്ടനോട് പറയണ്ട. ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലെങ്കിലും ശരവണൻ പറയുമല്ലോ. ശരവണനോട് ഞാൻ പറഞ്ഞോളാം. നിത്യേച്ചി പറയണ്ട. നിത്യേച്ചി പറഞ്ഞില്ലെങ്കിലും ഏട്ടനെ കാണുമ്പോ ശരവണൻ എല്ലാം പറഞ്ഞു പോകും. പറയേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞോളാം. നീ ബഹളൊന്നും ഉണ്ടാക്കണ്ട. ഏയ്, ബഹളമൊന്നുമില്ല. ശരവണന് മനസ്സിലാവുന്ന ചില രീതികളുണ്ട്, അതെനിക്കറിയാം. എന്നാലും പറഞ്ഞു കളയോന്നാ പേടി. പറയുകയാണെങ്കിൽ പറയട്ടെ. ചില കാര്യങ്ങൾ ഒരുപാട് കാലം അടക്കി വെക്കാൻ പറ്റില്ലല്ലോ. പൊട്ടിത്തെറിക്കാനും ചില കാരണങ്ങൾ വേണ്ടേ? വാ, നീ എന്താ ആലോചിക്കുന്നേ? ഏട്ടൻ കണ്ടിട്ട് വരൂ, ഞാനിവിടെ നിൽക്കാം. ഇത്രയും ദൂരം വന്നിട്ട് നീ ഒന്ന് കയറാതെ പോയാൽ എങ്ങനെയാ? അത് കാര്യാക്കണ്ട. ഏട്ടൻ വരുന്നതിന് ആർക്കും ഇഷ്ടക്കേടുണ്ടാവില്ല. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അല്ല, ഇത് ആരൊക്കെയാ? നിങ്ങളെന്താ അകത്തോട്ട് കയറാത്തത്? സുജാതയുടെ വിവരം ഒന്ന് തിരക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. സദാനന്ദേട്ടൻ ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഏട്ടനെ തനിച്ചുവിടാൻ ഒരു പേടി, അതുകൊണ്ട് ഞാനും കൂടെ കൂടിയെന്നുള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് അകത്തോട്ടിരിക്കാം. ചെല്ലേട്ടാ. ശിവാനന്ദന് അകത്തോട്ട് വരാൻ പ്രശ്നം വല്ലതുണ്ടോ? നിത്യയുടെ അച്ഛന് എല്ലാം മറന്ന് നിങ്ങളോട് ക്ഷമിക്കാമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രമല്ല, ബന്ധങ്ങൾക്കിടയിൽ ഒരു വൈരാഗ്യത്തിനും കാലാകാലം നിലനിൽക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അകത്തേക്ക് കയറുവാ. വാ. വാ വാ, ഇരിക്കിരിക്കെ. സുജാവേ, നിത്യമോൾ ഇവിടെ ഇല്ല. നിത്യം ജ്യോതി കൂടി അമ്പലത്തിൽ പോയിരിക്ക. ഓ, ഇപ്പൊ തന്നെ തിരിച്ചു വരും. സുജാതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആള് ദേ വരുന്നു, നേരിട്ട് തന്നെ ചോദിച്ചോ. നമസ്കാരം. ഇരിക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.